ആരോഗ്യത്തിന് വിശ്വാസത്തിന്റെ വിലാസം റിലീഫ് മെഡിക്കൽസ്. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫൈഡ് റീറ്റെയിൽ ഫാർമസി ഗ്രൂപ്പ് എന്ന അംഗീകാരം നേടിയ റിലീഫ് മെഡിക്കൽസും റിലീഫ് ജൂനിയറും ഗുണനിലവാരം ഉറപ്പാക്കി അനുയോജ്യമായ ശീതീകരിച്ച സംവിധാനത്തിൽ മരുന്നുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശ്വസിക്കാവുന്ന സേവനം. എല്ലാ മരുന്നുകൾക്കും 12% മുതൽ 18% വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്. സർജിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് 40% വരെ ആകർഷകമായ ഓഫറുകൾ. കോസ്മെറ്റിക്സ്, ന്യൂബോൺ എസൻഷ്യൽസ്, ടോയ്സ്, മെറ്റേണിറ്റി പ്രൊഡക്ട്സ് എന്നിവയുടെ വിശാലമായ ശേഖരവും ലഭ്യമാണ്. ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപവും പരുത്തിപ്ര ബ്യൂട്ടി സിൽക്സിന് സമീപവും 2 ബ്രാഞ്ചുകൾ. സൗജന്യ ഹോം ഡെലിവറിക്കായി വിളിക്കൂ 8281994499. റിലീഫ് മെഡിക്കൽസ്. വിശ്വാസം, കരുതൽ, ആരോഗ്യത്തിന്റെ കൂട്ടായി. പ്രകൃതിയുടെ ദാക്ഷിണ്യമില്ലാത്ത താണ്ഡവത്തിൽ ഒരു നാടിൻ്റെയാകെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും മണ്ണിനടിയിലായിട്ട് ഓഗസ്റ്റ് 16-ന് 8 വർഷം തികയുന്നു. 2018 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ സന്തോഷത്തിൽ ഉറങ്ങാൻ കിടന്ന ഒരു നാടിനെ ഞെട്ടിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിനത്തിലാണ് കൂറാഞ്ചേരിയിൽ ദുരന്തം വിതച്ച ആ മഹാമണ്ണിടിച്ചിൽ സംഭവിച്ചത്. ദുരന്തത്തിൻ്റെ 8ാം വാർഷിക ദിനത്തിൽ നാടിൻ്റെ കണ്ണീരോർമ്മയായ 19 പേർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്. കൂറാഞ്ചേരി മല ഒന്നാകെ ഇടിഞ്ഞു വീണുണ്ടായ ദുരന്തത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 19 വിലപ്പെട്ട ജീവനുകളാണ് പൊലിഞ്ഞുപോയത്. 4 വീടുകൾ പൂർണ്ണമായും തകർന്നടിഞ്ഞു. നിരവധി വാഹനങ്ങൾ ഭീമാകാരമായ മണ്ണിടിച്ചിലിൽ പെട്ടുപോയി. മലവെള്ളപ്പാച്ചിലിലും മണ്ണിടിച്ചിലിലും മീറ്ററുകളോളം താഴേക്ക് കുതിച്ചെത്തിയ മണ്ണും അവശിഷ്ടങ്ങളും സംസ്ഥാന പാതയും കടന്ന് റെയിൽവേ പാളം വരെ എത്തിച്ചേർന്നു. ഇതിനെ തുടർന്ന് ദിവസങ്ങളോളമാണ് പ്രദേശത്തെ റോഡ്, റെയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത്. ദുരന്തം നടന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ ബാക്കി വന്ന മണ്ണിൽ പുതിയ കെട്ടിടങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ആശങ്കകൾക്ക് ഇനിയും പരിഹാരമായിട്ടില്ല. ദുരന്തത്തെക്കുറിച്ച് വിവിധ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ നടത്തിയ പഠന റിപ്പോർട്ടുകൾ ഇന്നും ഭരണകൂടങ്ങളുടെ തണുപ്പൻ മനോഭാവത്തിൽ ഫ്രീസറിലാണ്. അപ്പോൾ ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ടായ ദിവസം എന്നെ സംബന്ധിച്ച് എനിക്കത് മറക്കാൻ പറ്റാത്തൊരു ദിവസം കൂടിയാണ്. കാരണം ഞാനന്ന് ആഗസ്റ്റ് 15-ാം തീയതി തലേ ദിവസം തന്നെ മുതൽ പെരുമഴയായിരുന്നു. അത് 16-ാം ദിവസം ആഗസ്റ്റ് മാസം 16-ാം തീയതി വരുന്നവരേക്കും നിർത്താതെയുള്ള മഴയായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ജോലിക്ക് പോണ സമയത്ത് പോയി എന്റെ കമ്പനിക്കകത്ത് ഞാൻ ചെന്ന് നിൽക്കുന്ന സമയത്താണ് ഈ ദുരന്തത്തിന്റെ വിവരം അറിയുന്നത്. ആ വിവരം അറിഞ്ഞ് ഉടനെ തന്നെ അവിടുന്ന് ജോലി ക്യാൻസൽ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ കൂറാഞ്ചേരി എന്ന പ്രദേശം ആകെ മണ്ണ് മൂടിക്കിടന്നുകൊണ്ട് ഈ പ്രദേശം നിശ്ചലമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ്, ദയനീയമായ ഒരു കാഴ്ചയാണെന്ന് കാണാൻ കഴിയുന്നു. ഉടനെ തന്നെ നമുക്ക് അന്ന് ബന്ധപ്പെട്ട ആൾക്കാരെ ഇരിക്കാൻ വേണ്ടി അന്ന് നമ്മുടെ സേവർ ഇപ്പോഴത്തെ MLA സേവറിനെ ഉടനെ വിളിച്ച് ആ സേവർ മുഖേന എല്ലാ മേഖലക്കകത്തുള്ള ആൾക്കാരെയും ബന്ധപ്പെട്ട ആൾക്കാരെയും വിളിച്ച് ഇവിടെ ഒരു സജീവമായ സാഹചര്യത്തിലേക്ക് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തി. അതിന്റെ ഭാഗമായി നമുക്ക് ഒരുപാട് ആളുകൾ എവിടുന്നൊക്കെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണി പറയാൻ പറ്റാത്ത തരത്തിലുള്ള ആളുകൾ എത്തിപ്പെടുകയും അത് ദുരന്തമുഖത്ത് പിന്നെ ഭയമില്ലാതെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും സഹായത്തോടു കൂടി ആ മൃതദേഹങ്ങളെ എടുക്കാൻ വേണ്ടിയുള്ള സജീവമായ സാന്നിധ്യം, സഹകരണം, വ്യാപാരികള്, പ്രദേശ നാട്ടുകാര്, സന്നദ്ധ സംഘടനകള്, കക്ഷിരാഷ്ട്രീയതീതമായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ദുരന്തമുഖത്തെ നമുക്ക് നേടാൻ വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേടാൻ കഴിഞ്ഞു. അതിന്റെ ഭാഗമായി നമുക്ക് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പേരെടുത്ത് പറയാവുന്ന തരത്തിൽ കുറെ ആളുകൾ നമ്മുടെ ഈ മേഖലയ്ക്കകത്തുള്ള ആളുകൾ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ടിപ്പർ, അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര്, എല്ലാ മേഖലയ്ക്കത്തുള്ള ആളുകൾ സജീവമായ സാഹചര്യം ഉണ്ടായിക്കൊണ്ടാണ് ആ ദുരന്തത്തെ നേരിടാനും ഒപ്പം തന്നെ അവരെ സമയബന്ധിതമായി ആളുകളെ നമുക്ക് തെരഞ്ഞെടുക്കാനും എല്ലാ സംവിധാനം കൂടി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അന്നുണ്ടായ ഒരു അനുഭവം. അതിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിൽ നമുക്കും ആ സമയത്ത് നമ്മളൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം എന്നാണ് എനിക്ക് പറയാം. ദുരന്തത്തിന്റെ 8ാം വാർഷിക ദിനത്തിൽ നാടിന്റെ കണ്ണീരോർമ്മയായ 19 പേർക്ക് പ്രണാമാഞ്ജലികൾ അർപ്പിക്കുവാൻ
ഒരുങ്ങുകയാണ് നാട്. തെക്കുംകര പഞ്ചായത്തും വടക്കാഞ്ചേരി നഗരസഭയും സംയുക്തമായി കുറാഞ്ചേരി സെന്ററിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ 19 പേരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ പുഷ്പാർച്ചനയും ദീപം തെളിയിക്കലും നടക്കും. നമ്മുടെ കുറാഞ്ചേരി ദുരന്ത മേഖലയായിട്ട് 2018 ആണ് നമ്മുടെ ഒരു വെള്ളക്കെടുതിയുമായി ബന്ധപ്പെട്ട ദുരന്തം ഉണ്ടായത്. ആ ദുരന്തത്തിൽ ഏകദേശം 19 പേരാണ് അന്ന് നമ്മുടെ പ്രിയപ്പെട്ട 19 പേരുടെ ജീവനാണ് ആ ദുരന്തത്തിൽ ഒലിഞ്ഞു പോയത്. 8 വർഷമായി ആ ദുരന്തം ഉണ്ടായിട്ട്. ആ ദുരന്തത്തിന് ശേഷം നമ്മൾ എല്ലാ വർഷവും അവരെ അനുസ്മരിക്കുന്ന ദിനമായി നമ്മൾ ആഗസ്റ്റ് മാസം 16-ാം തീയതിയാണ് നമ്മൾ അനുസ്മരണ ദിനം നമ്മൾ എല്ലാ വർഷവും ആചരിക്കാറ്. ഈ വർഷവും ഈ ആഗസ്റ്റ് 16-നാണ് ആ 19 പേരുടെ ജീവൻ പൊലിഞ്ഞ ദിനമായി ഈ 2026 ആഗസ്റ്റ് മാസം 16-ാം തീയതിയാണ് വീണ്ടും അത് അനുസ്മരണ ദിനമായി വരുന്നത്. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പൊ അന്ന് കാലത്ത് അവരുടെ ദിനം 19 പേരെയും ഫോട്ടോ വെച്ച് നമ്മൾ ആചരിച്ച് നമ്മൾ ദീപം കൊളുത്തി അനുസ്മരണ ദിനം നമ്മൾ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രമുഖന്മാരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായുള്ള എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നമുക്ക് അന്ന് ആ ദുരന്ത മുഖത്ത് ഏറെ സഹായിച്ചവർ ഏറെയുണ്ട്. അത് നമുക്ക് മറക്കാൻ കഴിയില്ല. അവരെയും കൂടി ക്ഷണിച്ചുകൊണ്ട് ആ അനുസ്മരണ ദിനത്തിനകത്ത് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അന്ന് ആഗസ്റ്റ് മാസം 16-ാം തീയതി നമുക്ക് അനുസ്മരണ ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. അതിനെല്ലാവരുടെയും ആ ദിനത്തിൻ്റെ അന്ന് എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്. അപ്പൊ ആ ദിനം നമുക്ക് ആചരിച്ചു പോകാൻ വേണ്ടി എല്ലാവരും ക്ഷണിക്കുക കൂടി ചെയ്യുകയാണ്. You are watching VCV News.